ചൊട്ടാനിക്കരയിൽ പീഡനത്തിനിരയായ അതിജീവിത മരിച്ചു. മരണം കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ആൺ സുഹൃത്തിൽ നിന്നും പെൺകുട്ടി നേരിട്ടത് കൊടിയ പീഡനങ്ങൾ വീണ്ടും ജിജീഷിലേക്ക് പോവുകയാണ്. ജിജീഷ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെന്റിലേറ്ററിലായിരുന്നു ഈ പെൺകുട്ടി. ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു. എന്തായാലും ആൺ സുഹൃത്ത് പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. പോലീസ് കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. എന്താണ് വിശദാംശങ്ങൾ ജിജീഷ്? അൽനമ്പ്യാർ, ഏറെ പീഡനങ്ങൾക്ക്, ക്രൂരമായ പീഡനങ്ങൾക്ക്, അതിക്രമങ്ങൾക്കും മർദ്ദനത്തിനുമെല്ലാം ഇരയായ പെൺകുട്ടിയാണ് ഒടുവിൽ ഇപ്പോൾ ജീവന് വേണ്ടിയുള്ള പോരാട്ടത്തിന് ഒടുവിൽ, അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ ഏറെ നാൾ കഴിഞ്ഞ ആ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊരു വിവരം, ഏറ്റവും വിഷമകരമായ ഒരു വിവരം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ആദ്യം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ ഒരു സംഭവം പുറത്തേക്ക് വരുന്നത്. ഞായറാഴ്ച ഇത്തരമൊരു സംഭവം നടക്കുന്നു. എന്നാൽ അന്ന് പുറം ലോകത്ത് ഇതിന്റെ വിവരങ്ങൾ അധികം വെളിച്ചത്ത് വന്നിരുന്നില്ല. തൊട്ടടുത്ത ദിവസമാണ് ചൊട്ടാനിക്കരയിൽ പെൺകുട്ടി ഇത്തരത്തിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടതിന്റെയും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്നതിന്റെയും എല്ലാം തന്നെ വിവരങ്ങൾ പുറത്തു വന്നത്. തുടർന്ന് നടന്ന വിശദമായ അന്വേഷണത്തിലാണ് ആ സംഭവത്തിലേക്ക് നയിച്ച അതിഗൗരവമായ കാര്യങ്ങൾ ഓരോന്നായി തന്നെ പുറത്തു വന്നത്. അങ്ങനെയാണ് ചൊട്ടാനിക്കരയിലെ വീട്ടിൽ പെൺകുട്ടിയുടെ ഒരു ആൺ സുഹൃത്ത് അതിന്റെ തലേ ദിവസം രാത്രി, അതായത് പെൺകുട്ടിയെ അത്യാസന്ന നിലയിൽ കണ്ടെത്തുന്നത് ഒരു ഞായറാഴ്ചയാണ്, കഴിഞ്ഞ ഞായറാഴ്ചയാണ്. ആ ശനിയാഴ്ച രാത്രി 10 മണിക്ക് ശേഷം അവിടെ ആൺ സുഹൃത്ത് എത്തുന്നു. പിന്നീട് നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്ത് അപ്പോഴാണ് പിന്നീടുള്ള ഓരോ സംഭവങ്ങൾ പുറത്തു വന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അവിടെ വെച്ച് അവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിരുന്നു. തുടർന്ന് പെൺകുട്ടിയുടെ തല ഭിത്തിയോട് ചേർത്ത് ഇടിക്കുന്നുണ്ട്. കഴുത്തിലടക്കം വലിയ മാരകമായ മുറിവുകൾ ഏൽപ്പിക്കുന്നു. ഇതിനിടയിൽ പെൺകുട്ടി ആത്മഹത്യാ ശ്രമം നടത്തിയതാണ് എന്ന കാര്യമാണ് അയാൾ നൽകിയിരിക്കുന്ന, അനൂപ് എന്ന പ്രതി നൽകിയിരുന്ന ഒരു മൊഴി എന്ന് പറയുന്നത്. അങ്ങനെ കഴുത്തിൽ കുരുക്കിട്ട് തൂങ്ങി ഉടൻ തന്നെ താൻ കയറ് അഴിച്ചു, അല്ലെങ്കിൽ മുറിച്ചു മാറ്റി താഴേക്ക് കിടത്തുകയായിരുന്നു. ഈ ഒരു സമയത്ത് അവർക്ക് ജീവൻ ഉണ്ടായിരുന്നു, പെൺകുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നു. എന്നാൽ രക്ഷിക്കാൻ ശ്രമിക്കുകയോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയോ ചെയ്യാതെ ഏറെ നേരം അങ്ങനെ തന്നെ നിന്നതിന് ശേഷം യുവാവ് ആ വീടിന്റെ പിൻവശത്തുള്ള മതിൽ ചാടിക്കടന്ന് പിന്നീട് രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ് ചൊട്ടാനിക്കര പോലീസ് നടത്തിയ അന്വേഷണത്തിലും CCTV ദൃശ്യങ്ങളിൽ കണ്ട ആളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അയാളെ പിടികൂടുന്നത്. അത് അങ്ങനെ വലിയൊരു ക്രൂര പീഡനങ്ങൾക്കും ഒപ്പം തന്നെ ലൈംഗിക ചൂഷണത്തിനും എല്ലാം തന്നെ ഇരയായി എന്നൊരു വിവരം തന്നെയാണ് പോലീസ് ഇത്തരത്തിൽ നൽകിയിരുന്നത്, ആദ്യഘട്ടത്തിൽ അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി നൽകിയിരുന്നത്. തുടർന്ന് ഒരു വിശദമായ അന്വേഷണം നടക്കുകയും പ്രതിയെ ആ വീട്ടിലെത്തിച്ചുകൊണ്ട്, ചൊട്ടാനിക്കരയിൽ ഇത്തരത്തിൽ പെൺകുട്ടി ആക്രമിക്കപ്പെട്ട വീട്ടിലെത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടപടികളെല്ലാം തന്നെ അന്വേഷണം പൂർത്തിയാക്കിയിരുന്നു. ഇതിനിടയിലാണ് കൂടുതൽ സ്ഥിതി ദയനീയമാകുന്നത്, കുട്ടിയുടെ സ്ഥിതി ആശങ്കാജനകമാകുന്നത്. തുടക്കം മുതൽ തന്നെ വലിയ ഗുരുതരാവസ്ഥയിലായിരുന്നു പെൺകുട്ടി ഉണ്ടായിരുന്നത്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. തലച്ചോറിൽ ഏറ്റ ഗുരുതരമായ പരിക്കായിരുന്നു ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഈ കഴുത്തിൽ കയറിട്ട്, കഴുത്തിൽ ഷാളിട്ട് മുറുക്കിയതിനെ തുടർന്ന് ഓക്സിജൻ വരവ് നിന്ന് തലച്ചോറിന്റെ തലച്ചോറിന് വലിയൊരു നാശം സംഭവിച്ചിരുന്നു. അങ്ങനെ മരണത്തോട് മല്ലിടുന്ന ഒരു സ്ഥിതിയിൽ തന്നെയായിരുന്നു. എന്നാൽ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്ന വിവരം വന്നിരിക്കുന്നത്. മാത്രമാണോ അതിജീവിതയുടെ മരണത്തിന് ഉത്തരവാദി? ഈ കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ? പോലീസിന്റെ അന്വേഷണം ആ ദിശയിൽ നടക്കുന്നുണ്ടോ? നിലവിൽ ഈ ഒരാളെ മാത്രം പ്രതിയാക്കിയാണ്. കാരണം ഈ ഒരു അനൂപ് എന്ന പ്രതിയെ അവിടെ എത്തിച്ചത് മറ്റൊരു സുഹൃത്താണ്. എന്നാൽ ആ സുഹൃത്തിന് നേരിട്ട് ഈ ഒരു കൃത്യത്തിൽ പങ്കാളിത്തമില്ല എന്ന കാര്യം തന്നെയാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. സുഹൃത്തെന്ന നിലയിൽ ആ ഒരു വീട്ടിൽ, തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ എത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ വീട്ടിൽ രാത്രി അവിടെ എത്തിച്ചതിന് ശേഷം അയാൾ മടങ്ങുകയായിരുന്നു എന്നൊരു വിവരമാണ് പോലീസിന് ലഭിച്ചത്. എന്നാൽ ഈ ആൺ സുഹൃത്ത് പറയുന്നത്, അറസ്റ്റിലായ ആൾ പറയുന്നത്, താൻ അവിടെ എത്തുമ്പോൾ മറ്റൊരാൾ
മറ്റൊരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നു, മറ്റൊരാളുമായി പെൺകുട്ടി സംസാരിക്കുകയായിരുന്നു എന്ന കാര്യമാണ്. അങ്ങനെ സംശയത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സംശയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പേരിൽ വാക്കുതർക്കം ഉണ്ടാകുന്നു. വലിയ തോതിലുള്ള വാക്കുതർക്കം ഉണ്ടായതിന് ശേഷം ആക്രമിക്കുകയായിരുന്നു പെൺകുട്ടിയെ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സമയം പെൺകുട്ടിയുടെ അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല. പെൺകുട്ടിയും അമ്മയും മാത്രമായിരുന്നു ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇയാളുടെ നിരന്തര ഭീഷണിയെ തുടർന്ന് താൻ ആ വീട്ടിൽ നിന്ന് മാറുകയായിരുന്നു എന്നാണ് അമ്മ നൽകിയിരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ നിരന്തരം തന്നെയും ഭീഷണിപ്പെടുത്തുമായിരുന്നു. അങ്ങനെ ഭീഷണി സഹിക്കാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ആ ഒരു പ്രദേശത്ത് എത്തുമ്പോഴെല്ലാം നാട്ടുകാരെ കൂടി ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ പരിസരവാസികളെ കൂടി അയാൾ തുടർച്ചയായി തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു. വാഹനം, ബൈക്ക് അടക്കം പാർക്ക് ചെയ്യുന്നത് നടു റോഡിലായിരുന്നു. അത് ചോദ്യം ചെയ്ത ആളുകളെ നിരന്തരമായി അയാൾ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് 20ഓളം റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ ഒത്തുചേർന്ന് ചോറ്റാനിക്കര പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇത്തരത്തിൽ ഒരു പൊതുശല്യമായ ഒരാൾ. ജിജീഷ്, ഒരു നിമിഷം, ഈ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ, അതിൽ വിശദമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ടോ? വളരെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇയാളുടെ മൊഴി, അല്ലെങ്കിൽ അറസ്റ്റിലായ അനൂപിന്റെ മൊഴി പൂർണ്ണമായും അന്വേഷണ സംഘം ഇതുവരെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. പ്രത്യേകിച്ച് പെൺകുട്ടി ആത്മഹത്യാ ശ്രമം നടത്തുകയായിരുന്നു, താൻ മർദ്ദിച്ചു എന്നത് സത്യമാണ്, എന്നാൽ പെൺകുട്ടി ആത്മഹത്യാ ശ്രമം നടത്തിയതാണ്, അങ്ങനെയാണ് ഗുരുതരാവസ്ഥയിലേക്ക് മാറുന്നത് എന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ് അയാൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഇയാളുടെ ആക്രമണത്തിൽ, അല്ലെങ്കിൽ ക്രൂരമായി ആക്രമിച്ച ശേഷം കഴുത്തിൽ കുരുക്കിട്ടതോ മറ്റോ ആണോ എന്നൊരു സംശയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രാഥമികമായ ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പിലും എല്ലാം തന്നെ ഈ പ്രതി ആവർത്തിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, തങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി, താൻ ഇതിനിടയിൽ ക്രൂരമായി പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നു, ആ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയിട്ടുണ്ട്, അതിനുശേഷം പെൺകുട്ടി താൻ തൂങ്ങി മരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ താൻ ഇനി ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയി. എന്നാൽ അങ്ങനെ ആകട്ടെ എന്ന ഒരു മറുപടി കൊടുത്തതോടുകൂടി പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷം തൂങ്ങി കിടക്കുന്നത് കണ്ട് താൻ ഓടിച്ചെന്ന് കയറ് മുറിക്കുകയായിരുന്നു, ആ ഷാള് മുറിച്ച് താഴത്ത് ഇടുകയായിരുന്നു. അപ്പോൾ തന്നെ ഗുരുതരാവസ്ഥയിലാണ്, എന്നാൽ ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറായില്ല, ഭയപ്പെട്ടു പോയി. തുടർന്ന് വീടിന്റെ പുറകുവശത്തുള്ള മതിൽ ചാടി രക്ഷപ്പെട്ടു പോയി എന്നൊരു കാര്യമാണ് ഇയാൾ മൊഴിയായി നൽകിയിരിക്കുന്നത്. എന്നാൽ വിശദമായ ഒരു അന്വേഷണം, കൂടുതൽ ആളുകൾക്ക് പങ്കാളിത്തമുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. പെൺകുട്ടിക്ക് ലൈംഗിക ചൂഷണം അടക്കം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടോ എന്ന കാര്യം കൂടി വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. നേരത്തെ പോക്സോ കേസ് അതിജീവിതയാണ് ഈ കുട്ടി. പ്രായപൂർത്തി ആകുന്നതിന് മുമ്പ് ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് പോക്സോ കേസ് പെൺകുട്ടി നൽകിയ പരാതിയിൽ എടുത്തിരുന്നു. അന്ന് 2 പേർ ഈ കേസിൽ അറസ്റ്റിലാവുകയും എല്ലാം ചെയ്തിരുന്നു. ആ ഒരു കേസ് അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ പ്രതിയെ പെൺകുട്ടി പരിചയപ്പെടുന്നത് 1 വർഷത്തിനിടയിലാണ്. 2013, 2014 കാലത്താണ്. 2014 പെൺകുട്ടി ഇയാളെ പരിചയപ്പെടുന്നത്. അത് സമൂഹ മാധ്യമം വഴിയാണ്, ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത് എന്ന ഒരു വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഇയാൾ നൽകിയിരിക്കുന്ന മൊഴിയും പ്രതി നൽകിയിരിക്കുന്ന മൊഴിയും അങ്ങനെയാണ്. ജിജീഷ്, ഈ പോലീസ് അറസ്റ്റ് ചെയ്ത ആൺ സുഹൃത്ത് ലഹരി കേസുകളിൽ പ്രതിയാണ് അല്ലേ? മാത്രമല്ല, ഈ കുട്ടിക്ക് 16 വയസ്സ് ഉള്ളപ്പോൾ അന്ന് 2 സ്വകാര്യ ബസ് ജീവനക്കാർ അറസ്റ്റിലായിരുന്നു ഈ കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അല്ലേ? തീർച്ചയായും ഇപ്പോൾ ഈ അറസ്റ്റിലായിരിക്കുന്ന പ്രതി എന്ന് പറയുന്നത് നേരത്തെ തന്നെ ക്രിമിനൽ സ്വഭാവമുള്ള, ക്രിമിനൽ പശ്ചാത്തലമുള്ള, ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ആളാണ് എന്ന വിവരം തന്നെയാണ് പോലീസ് നൽകുന്നത്. ഇയാൾക്കെതിരെ 2 അടിപിടി കേസുകളും ഒരു കഞ്ചാവ് കൈവശം സൂക്ഷിച്ചതുമായി ബന്ധപ്പെട്ട കേസുമാണ് നിലവിലുള്ളത്. മാത്രമല്ല, ആ വീടിന്റെ പരിസരങ്ങളിൽ പലപ്പോഴും നാട്ടുകാരുമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി രാത്രികാലങ്ങളിൽ ആ വീടുകളുടെ പരിസരത്തെത്തി ഭീഷണി മുഴക്കുകയും എല്ലാം ചെയ്യുന്നത് പതിവായിരുന്നു എന്ന ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശവാസികൾ അടക്കം, അവിടെയുള്ള ഭാരവാഹികൾ അടക്കം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നു. എന്നാൽ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ ഒരു പശ്ചാത്തലം പെൺകുട്ടിക്ക് മനസ്സിലായിരുന്നില്ല, പെൺകുട്ടിക്ക് വ്യക്തമായിരുന്നില്ല. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇയാളുടെ മറ്റു പശ്ചാത്തലങ്ങൾ ഒന്നും തന്നെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇയാൾ വലിയ സൗഹൃദം സ്ഥാപിച്ചു. ഇതിനിടയിൽ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നീക്കി. എന്നാൽ പെൺകുട്ടിയുടെ
വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് താല്പര്യമുണ്ടായിരുന്നില്ല അതിനെ. ഇയാൾ പല ഘട്ടങ്ങളിലും പെൺകുട്ടിയുടെ വീട്ടിലെത്തിയിരുന്നു, നിരവധി തവണ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം അമ്മ ഇക്കാര്യം എതിർത്തിരുന്നു, തുടർച്ചയായി അവിടെ വരുന്നതിനെ എതിർത്തിരുന്നു. എന്നാൽ ഇയാൾ അതൊന്നും കേട്ടിരുന്നില്ല. മാത്രമല്ല ചില സമയങ്ങളിലെല്ലാം പെൺകുട്ടിയുടെ അമ്മയുമായും തർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെയും ഭീഷണിപ്പെടുത്തി എന്ന കാര്യമാണ് പെൺകുട്ടിയുടെ അമ്മ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അങ്ങനെ വലിയ തോതിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ് ഈ പ്രതി. പെൺകുട്ടിയെ നേരത്തെയും ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പെൺകുട്ടിയുടെ അമ്മ കഴിഞ്ഞ ദിവസം ആശുപത്രിക്ക് മുന്നിൽ വെച്ച് പ്രതികരിച്ചപ്പോഴും ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്. വലിയ മുറിവുകൾ പലപ്പോഴും മുഖത്തിന്റെ ഭാഗത്തും ചെവിയിലും എല്ലാം ഉണ്ടാകാറുണ്ട്. എന്നാൽ ചോദിച്ചപ്പോൾ പലപ്പോഴും മറ്റ് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടായതാണ്, വീണ് പരിക്കേറ്റതാണ് എന്നെല്ലാമുള്ള മറുപടിയാണ് ലഭിച്ചത്. എന്നാൽ തനിക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ മറ്റു ചില കാര്യങ്ങൾക്കായി എത്തിയ സമയത്ത് ചില പോലീസുകാരോടും ഇത്തരം സംശയങ്ങൾ താൻ പങ്കുവച്ചിരുന്നു. എങ്ങനെ വീണാൻ പറ്റുന്ന പരിക്കുകളാണോ ഇത്തരം ഈ മകളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് നിങ്ങളെങ്കിലും നോക്കി പറയണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരോട് തന്റെ സംശയങ്ങൾ പങ്കുവച്ചിരുന്നു. അതായത് ഈ പെൺകുട്ടി നേരത്തെയും ഇയാളുടെ ക്രൂരമായ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്, മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് എന്ന കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. ചിലപ്പോഴെല്ലാം അവിടെ എത്തുമ്പോൾ വലിയ തോതിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇയാൾ എത്തിയത് എന്നൊരു സംശയവുമുണ്ട്. അങ്ങനെ ആ പെൺകുട്ടി ക്രൂരമായ ആക്രമണത്തിന്, ക്രൂരമായ പീഡനത്തിന് എല്ലാം തന്നെ ഇരയായതിനു ശേഷമാണ് ഒടുവിൽ ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. തലച്ചോറിനേറ്റ ഗുരുതരമായ പരിക്കാണ് പെൺകുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്ന കാര്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. രക്തക്കൊള്ളുകൾക്ക്, തലയിലേക്കുള്ള രക്തക്കൊള്ളുകൾക്ക് അടക്കം വലിയ തകരാറുകൾ സംഭവിച്ചു. അങ്ങനെ തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് വെന്റിലേറ്ററിൽ ആണ് പെൺകുട്ടി കഴിഞ്ഞിരുന്നത്. ഈ വെന്റിലേറ്ററിൽ കഴിയുന്നതിനിടെയാണ് ഇപ്പോൾ ദാരുണമായ മരണം കൂടി സംഭവിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തന്നെ പൂർത്തിയാക്കാനുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ട് അനുസരിച്ച്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും പിന്നീടുള്ള തുടർ നടപടികൾ ഉണ്ടാവുക. പീഡനത്തെ കുറിച്ചുള്ള ഏകദേശം ഒരു കൃത്യമായ വിവരങ്ങൾ തന്നെ പ്രതിയിൽ നിന്ന് ലഭിച്ചിരുന്നു, വിശദമായ ചോദ്യം ചെയ്യലിൽ ലഭിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്ന ഒരു കാര്യമാണ് പോലീസ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ വധശ്രമത്തിനായിരുന്നു കേസ് എടുത്തിരുന്നത് എങ്കിൽ, പ്രതിയെ റിമാൻഡ് ചെയ്തിരുന്നത് എങ്കിൽ ആ മർദ്ദനത്തെ തുടർന്ന് അല്ലെങ്കിൽ യുവാവിന്റെ ആക്രമണത്തെ തുടർന്ന് പെൺകുട്ടി മരിച്ച സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ കൊലപാതക കുറ്റം കൂടി ചുമത്തിയായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോവുക എന്നൊരു കാര്യം കൂടി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ വലിയ ഒരു പീഡനത്തിന്റെയും ക്രൂരതയുടെയും ആക്രമണത്തിന്റെയും എല്ലാം ഇരയായി ഒരു പെൺകുട്ടി കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു, മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്ന ഒരു വിവരം തന്നെയാണ് ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള പെൺകുട്ടിയുടെ ജീവൻ നിലനിർത്താനുള്ള ശ്രമങ്ങളിൽ തന്നെയായിരുന്നു ആശുപത്രി അധികൃതർ എല്ലാ സമയത്തും. ഒപ്പം തന്നെ പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെൺകുട്ടി ഈ ഒരു ആരോഗ്യസ്ഥിതിയെ മറികടന്ന് പൂർവ്വസ്ഥിതിയിലായി കഴിഞ്ഞാൽ വിശദമായ മൊഴി രേഖപ്പെടുത്താമെന്നും പെൺകുട്ടി അനുഭവിച്ച ക്രൂരതകൾ അത് കൃത്യമായി തന്നെ പെൺകുട്ടിയുടെ മൊഴിയിലൂടെ തന്നെ വ്യക്തമാകുമെന്നും എല്ലാമായിരുന്നു അന്വേഷണ സംഘങ്ങൾ പോലീസ് കരുതിയിരുന്നു. എന്നാൽ അത് സംബന്ധിച്ച് വിശദമായ മൊഴി നൽകാൻ പെൺകുട്ടി ഇനി ഇല്ല. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടിയുടെ വിശദമായ ഒരു മൊഴി രേഖപ്പെടുത്തി തുടർ നടപടികൾ പൂർത്തിയാക്കുക, അന്വേഷണവുമായി മുന്നോട്ട് പോവുക എന്നതായിരുന്നു ആലോചിച്ചിരുന്നത് എങ്കിൽ ഏറ്റവും പ്രധാനമായി എന്താണ് അന്ന് സംഭവിച്ചിരിക്കുന്നത്? ആ ഒരു ശനിയാഴ്ച രാത്രി 10 മണിക്ക് ശേഷം ഈ യുവാവ് അവിടെ എത്തിയത് മുതൽ പിറ്റേ ദിവസം വൈകുന്നേരം പെൺകുട്ടിയെ വലിയ തോതിൽ ഗുരുതരമായ പരിക്കേറ്റ്, ഇന്ന് മരണത്തിന് കീഴടങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള ഗുരുതര പരിക്കേറ്റ നിലയിൽ കണ്ടെത്തുന്ന ആ പശ്ചാത്തലം എങ്ങനെയുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് അയച്ച വിവരങ്ങൾ തന്നെ പുറത്തു വരേണ്ടതുണ്ട്. കഴുത്തിൽ ഷാള് മുറുകിയ നിലയിലായിരുന്നു പെൺകുട്ടിയെ വൈകുന്നേരത്തോടെ, കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരത്തോടെ ബന്ധു ആ വീട്ടിൽ, ചോറ്റാനിക്കരയിലെ വീട്ടിൽ വെച്ച് കണ്ടെത്തുന്നത്. മാത്രമല്ല കയ്യിൽ മുറിവുണ്ടായിരുന്നു, കയ്യിലെ മുറിവിൽ നിന്ന് ഉറുമ്പരിക്കുന്ന നിലയിലായിരുന്നു. അതായത് ഏറെ നേരം പെൺകുട്ടി അത്തരത്തിൽ ആ മുറിവുമായി ആ ഒരു മുറിക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പെൺകുട്ടി ഇരുന്ന കസേരയിൽ തന്നെ ഏറെ നേരം കഴിഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. രക്തത്തിൽ നിന്ന് അത്തരത്തിൽ ഉറുമ്പരിച്ചിരിക്കുന്ന ഒരു സ്ഥിതി,
ഉറുമ്പ് പുറത്തേക്ക് സൈഡിലേക്ക് കൂടി എല്ലാം പോകുന്നതായി കണ്ടു എന്ന കാര്യം ബന്ധുക്കൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ എപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാകേണ്ടതുണ്ട്. മാത്രമല്ല, പെൺകുട്ടി ആത്മഹത്യാ ശ്രമം നടത്തി എന്നത് പൂർണ്ണമായും വിശ്വാസയോഗ്യമല്ല. കൊലപാതകം മുഴുവനായും തന്നെ ഒരു കൊലപാതകമാണ്. കൃത്യമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി തൂക്കുന്ന നിലയിലേക്ക് പോയതാണോ എന്നടക്കം സംശയങ്ങൾ ഉയരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലെല്ലാം ഒരു സ്ഥിരീകരണം വരുന്ന അന്വേഷണം തന്നെയായിരിക്കും നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. നിരവധി ആളുകളുടെ മൊഴികൾ രേഖപ്പെടുത്തും. ഇയാളെ അവിടെ എത്തിച്ച അനൂപിനെ അവിടെ ശനിയാഴ്ച രാത്രി 10 മണിയോടുകൂടി പെൺകുട്ടിയുടെ ചോറ്റാനിക്കരയുടെ വീടിന്റെ പരിസരത്ത് എത്തിച്ച സുഹൃത്തിനെ കൂടി കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കും. പ്രധാനപ്പെട്ട തെളിവുകൾ പലതും കഴിഞ്ഞ ദിവസം അവിടെ ഫോറൻസിക് സംഘം എത്തി ശേഖരിച്ചിരുന്നു. വിരലടയാള വിദഗ്ധരെത്തി അത്തരം തെളിവ് ശേഖരണങ്ങളും എല്ലാം തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ഡിവൈഎസ്പി അടക്കമുള്ള ആളുകൾ ഈ ഒരു കൃത്യം നടന്ന പെൺകുട്ടി ആക്രമിക്കപ്പെട്ട വീട്ടിലെത്തി അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. അന്വേഷണങ്ങൾ പൂർത്തിയാക്കി മടങ്ങിയിരുന്നു. കൂടുതൽ പ്രതികളിൽ ഉണ്ടോ, കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കാളിത്തമുണ്ടോ, പെൺകുട്ടിയെ ഉപദ്രവിച്ചതിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യങ്ങളിൽ എല്ലാം തന്നെയാണ് ഇനി ഒരു പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരേണ്ടത്. ഇയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിക്കൊണ്ട് നിലവിൽ ഇയാളുടെ കസ്റ്റഡി എടുത്തു. ഇയാളുടെ ചോദ്യം ചെയ്യൽ ആദ്യഘട്ടത്തിൽ തന്നെ പൂർത്തിയായിരുന്നു. പിന്നീട് അവിടെ തെളിവെടുപ്പ് നടപടികൾ കൂടി പൂർത്തിയാക്കിയ പ്രതി നിലവിൽ റിമാൻഡിലാണുള്ളത്. കൊലപാതക കുറ്റം കൂടി ചുമത്തുന്ന സാഹചര്യത്തിൽ കൊലപാതക കുറ്റം കൂടി ചുമത്തിയ ശേഷം വിശദമായി തന്നെ പ്രതിയുടെ മൊഴി അന്വേഷണ സംഘം ഒരിക്കൽ കൂടി കസ്റ്റഡിയിൽ വാങ്ങി രേഖപ്പെടുത്തുന്ന ഒരു നടപടി കൂടി ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട്. യെസ്.